ഇസ്ലാമിക ഭീകരരുടെ കയ്യിലെ കളിപ്പാവകളായ ആളുകൾക്ക് ഇപ്പോഴും പഹൽഗാമിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതിനകത്തും മതമില്ല എന്ന് തന്നെയായിരിക്കും. എന്നാൽ ആ ആക്രമണത്തെ സംബന്ധിച്ച്, ആക്രമണത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച്, മുസ്ലിം ഭീകരതയെ സംബന്ധിച്ച് അറിയുന്ന ആരും പറയില്ല ഇതിനകത്ത് മത തീവ്രവാദമില്ലെന്ന്. ഇത് ഇസ്ലാം മത ഭീകരതയാണ് എന്ന അക്ഷരം തെറ്റാതെ പറയാൻ സാധിക്കും. പഹൽഗാമിൽ മുസ്ലിം തീവ്രവാദികൾ ബോംബെ ഭീകരാക്രമണം പോലെ അവിടെ ഉണ്ടായിരുന്ന പാവങ്ങളായിട്ടുള്ള വിനോദസഞ്ചാരികളായ ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. അതിനെ സംബന്ധിച്ച് അപലപിക്കാൻ നമ്മുടെ രാജ്യത്തെ ആൾക്കാർക്ക് പറ്റുന്നില്ല, പ്രത്യേകിച്ച് കേരളക്കാർക്ക്. നിങ്ങൾ താങ്ങി നടക്കുന്ന മത തീവ്രവാദികൾ ഉണ്ടല്ലോ, ആളെ കൊല്ലാൻ പിടിക്കുന്നതിന് മുമ്പ് നിക്കറൂരി നോക്കി അവര് മുസ്ലിമാണോ അല്ലേ എന്ന് അടിവസ്ത്രം വരെ അഴിച്ചു നോക്കിയിട്ടാ വെടിവെച്ചത്. പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയിട്ടാ വെടിവെച്ചു കൊന്നത്. അവിടെ കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഞാൻ ഹിന്ദുവാണ് എന്ന പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നടക്കണോ? അല്ല, ഞാൻ മുറിയനാണ് എന്ന് പറഞ്ഞ് പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ഇനി മുറിയനല്ലാത്ത ആളുകൾ എവിടെയെങ്കിലും അന്യസംസ്ഥാനത്തേക്ക് പോയാൽ സുന്നത്തും ചെയ്യണം, കലിമയും ഒന്ന് പഠിക്കണം, പേരും ഒന്ന് മാറ്റിക്കോ വേണമെങ്കിൽ. ഇങ്ങനെ അവരെ പ്രീണിപ്പിച്ച് ഇവരുടെ ഭീകരതയ്ക്ക് വശംവദരായി ഇവരെ ഭയന്ന് സംസാരിക്കാതിരിക്കാൻ, പ്രതികരിക്കാതിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇതേ നിങ്ങളോട് പറയാനുള്ളൂ. ഇവരെ ഭീകരവാദികളെന്ന് പറയാൻ പാടില്ല അല്ലേ? ഇതുവരെ ഭീകരർ പരീക്ഷിക്കാത്ത രൂപത്തിൽ ഒരു വൻ പരീക്ഷണമായിരുന്നില്ലേ അത്? അല്ലേ? 1,00,000 ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരാളെ കൊന്നാൽ ആ 1,00,000 ആളുകളെയും ഒരു ട്രോമയിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ആ 1,00,000 ആളുകളെയും ഭയപ്പെടുത്താൻ സാധിക്കും. ഒരാളുടെ മുമ്പിൽ വെച്ച് 1,00,000 ആളുകളെ കൊല്ലുന്നതല്ല ബുദ്ധി എന്ന് ഭീകരർ മനസ്സിലാക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ എന്താ ഇന്ത്യയോട് ഇത്ര ചൊറിച്ചില്? ഇന്ത്യ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു, ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ വളർച്ചയിലാണ് ഇവരുടെ വേദന. കാശ്മീരും ഇത് തന്നെയാ. കാശ്മീർ മാറിക്കൊണ്ടിരിക്കുന്നു. സ്ഥിരമായി ജോലിക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകുന്നു, സ്ഥിരമായി സ്കൂളിൽ പോകുന്ന ആളുകൾ ഉണ്ടാകുന്നു, സ്ഥിര വരുമാനം ഉണ്ടാകുന്നു, നിർഭയത്വം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് ഉത്സാഹഭരിതരാകുന്നു. മിസൈൽ വരുമെന്നോ തീവ്രവാദി ആക്രമണം ഉണ്ടാകുമെന്നോ ഭയപ്പാടില്ലാതെ മനുഷ്യന്മാര് ജീവിക്കുന്നു. അവരൊക്കെ ചെറിയ വീടുകളാണ് അവർക്കുള്ളതെങ്കിലും ആ വീടിന്റെ ഒരു ചെറിയ ഭാഗം ഹോം സ്റ്റേ ആക്കി മാറ്റി വരുന്ന ആളുകൾക്ക് വിരുന്നൊരുക്കി, ഭക്ഷണം ഒരുക്കി, താമസം ഒരുക്കി കൊടുത്ത് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തി സന്തുഷ്ടരായി ജീവിക്കുന്നു. ഒരു സ്യൂട്ട് റൂമിന് 800 രൂപയിൽ നിന്ന് 5000 മുതൽ 8000 രൂപ വരെ ഉയർന്ന മാർക്കറ്റ് മൂല്യം, ഉയർന്ന കാലഘട്ടം. വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം ചുറ്റുമുണ്ടാകുന്ന ആളുകൾക്ക്, കാഴ്ച കണ്ട ആളുകൾക്ക് പിന്നെയും പിന്നെയും വരാനൊരു പ്രചോദനം ഉണ്ടാകുന്ന രൂപത്തിൽ അവർ അടുത്തിടപഴകുന്നു. സഹോദരങ്ങളെ പോലെ, കുടുംബാംഗങ്ങളെ പോലെ ഇടപഴകുന്നു. സ്വന്തം കുട്ടികളെ ചേർത്ത് നിർത്തി സന്തോഷത്തോടുകൂടി ഭയമില്ലാതെ കൂടിയ ഫോണുകളിൽ, ക്യാമറകളിൽ ചിത്രങ്ങൾ എടുക്കുന്നതിന്റെ സന്തോഷം കണ്ടെത്തിയ ആളുകൾ അന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആളുകളിൽ തന്നെയുണ്ട്. സന്തോഷത്തിന് പുതിയ വഴി കണ്ടെത്തിയ ആളുകൾ, സ്വന്തമായി ബിസിനസ് തുടങ്ങിയവർ, ദാൽ തടാകത്തിൽ ഓരോ ദിവസവും കിട്ടുന്ന വരുമാനം മനസ്സിലാക്കി ബാങ്കിൽ നിന്ന് പുതിയ യാനം വാങ്ങി വെള്ളത്തിൽ ഇറക്കിയ ആളുകൾ, ഇവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു. ജനസംഖ്യ അനുപാതം വെച്ച് നോക്കുമ്പോൾ സ്ഥിരമായി സന്തോഷിക്കുന്നവരുടെ എണ്ണം, വരുമാനം ഉണ്ടാക്കുന്നവരുടെ എണ്ണം, സ്വത്ത് സമ്പാദിക്കുന്നവരുടെ എണ്ണം മറ്റെങ്ങും ഇല്ലാത്ത വിധത്തിൽ കാശ്മീരിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഭീകരർക്ക് വേണ്ടി കല്ലെറിയാൻ ആള് വരാത്തത്, ബോംബ് പൊട്ടിച്ചാകാൻ ആളില്ല അവിടെ, റോഡിൽ പ്രക്ഷോഭങ്ങളില്ല, പ്രതിഷേധങ്ങളില്ല, ആൾക്കൂട്ട കൊലപാതകങ്ങളില്ല, കല്ലെറിയലുകളില്ല. പാകിസ്ഥാന് വേണ്ടി കൊടിപിടിക്കാൻ ആളില്ല, പതാക കുത്തിവെക്കാൻ ആളുണ്ട് കേട്ടോ, പക്ഷേ പതാക കത്തിക്കാനും ആളുണ്ട്. കാശ്മീർ ഏറെ മാറിയിരിക്കുന്നു. പാകിസ്ഥാനെ അത് അസ്വസ്ഥമാക്കി. തകർന്നടിഞ്ഞു കുത്തുപാളയെടുത്ത പാകിസ്ഥാനിൽ നിന്ന് വലിയ സഹായങ്ങളൊന്നും ഇനിമേൽ അധികം പ്രതീക്ഷിക്കണ്ട എന്നുള്ള കാര്യങ്ങൾ കൂടി മുസ്ലിം തീവ്രവാദികൾക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് അവർ കാശ്മീരിലേക്ക് ഊർന്നു കയറിയത്. കുറച്ചാളുകള് എവിടെ നിന്നും തമ്മി തല്ലിക്കാൻ ആളുണ്ടാകുമല്ലോ, അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് സംഘടിക്കുകയും ചെയ്യുമല്ലോ. ഇതായിരുന്നു ഇതിന്റെ കെണിയുടെ പിന്നിലുള്ള തന്ത്രം. ഇതുവരെ പാകിസ്ഥാനിൽ നിന്ന് പല രൂപത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ ജാതി തെരഞ്ഞു പിടിച്ചിട്ട് ആണുങ്ങളെ മാത്രം കൊല്ലുന്ന ഒരു സംഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. വളരെ വ്യക്തമാണ്. ഭീകരർ കാശ്മീരിന്റെ മുക്കിലും മൂലയിലും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി പരസ്പരം കൊന്നു തീർക്കാനാണ് ഈ വൻ കെണിയൊരുക്കിയത്. ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ
ഇത്തരം ഒരു ഭീകരത ആദ്യത്തേതാണ്. ആ കെണിയിൽ കുറേ ആളുകൾ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെയൊക്കെ ഇത്തരം വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ പ്രവൃത്തി ചെയ്തവരാരായിരുന്നാലും ശരി, അവരെവിടെയാണെങ്കിലും ശരി, അവിടെ ചെന്ന് പണി കൊടുക്കാൻ പറ്റിയ ശക്തി ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ആ ഭീകരാക്രമണത്തിൽപ്പെട്ട 3 എണ്ണം ചത്തപ്പോൾ സമാധാനമായി, അതും ഇന്ത്യൻ ആർമിയുടെ കൈകൊണ്ട് തന്നെ. ഇനി ഒരുത്തരും ആ മണ്ണിലേക്ക്, ഇന്ത്യ മണ്ണിലേക്ക്, കാശ്മീർ മണ്ണിലേക്ക് എന്ന് മാത്രമല്ല, കടന്നു വരാത്ത, പടി കയറി നിന്ന് വരാൻ അവരൊന്ന് ഭയക്കണം. പടി കടന്നു വരാൻ അവർ ഭയക്കണം. ആ രൂപത്തിൽ 1-9 എന്ന തോതിൽ തിരിച്ചടിക്കണം. എന്താ സംശയം? ഭീകരന്മാർ കാശ്മീരിൽ നിന്ന് പുറത്ത് കടന്നു പോകാൻ സാധ്യത വളരെ കുറവാണ്. ജീവനോടെ ഉള്ളതിനെ ജീവനോടെ പിടിക്കണം. അവനിൽ നിന്ന് ഊറ്റിയെടുക്കാൻ പറ്റുന്ന എല്ലാ അവൻ്റെ പ്ലാനുകളും തന്ത്രങ്ങളും ഊറ്റിയെടുക്കണം. മാതൃകാപരമായി ശിക്ഷിക്കണം. തന്ത്രപ്രധാനമായിട്ടുള്ള രഹസ്യങ്ങളിലൂടെ അവൻ്റെയൊക്കെ അടിവേരുകൾ അറുക്കണം. ഇപ്പോൾ രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയ ഭീകരാക്രമണത്തിലായിരുന്നല്ലോ പഹൽഗാമിനെ സംബന്ധിച്ച് നമ്മളൊക്കെ കണ്ടത്. ശക്തമായി എല്ലാ ആളുകളും പ്രതികരിച്ചിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. രാജ്യം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി നേരിടുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി നേരിടണമെന്നും മതത്തെ തീവ്രവാദികൾ ദുരുപയോഗപ്പെടുത്തുന്നെന്നും കുഞ്ഞാലിക്കുട്ടി അടക്കം പറഞ്ഞു. തെക്കൻ കാശ്മീരിലെ പഹൽഗാമിലാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. ബൈസാറൻ എന്ന കുന്നിൻ മുകളിലേക്ക് ട്രക്കിങ്ങിൽ പോയ ആളുകൾ വിനോദസഞ്ചാരികളാണ് ഭീകരരുടെ വെടിയേറ്റ് മരിച്ചത്. 29 പേർ ക്രൂരമായ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ എന്ന ഒരു മലയാളിയും ഉണ്ടായിരുന്നു. പരിക്കേറ്റ 17 പേരിൽ 3 മലയാളികളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബയാണ് എന്ന വിവരം ഇന്ത്യക്ക് അപ്പം തന്നെ കിട്ടി. പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം നിയന്ത്രിച്ചത് സെയ്ഫുള്ള കസൂരിയാണ്. 2 തദ്ദേശീയരുൾപ്പെടെ 6 ഭീകരന്മാരാണ് ആക്രമണം നടത്തിയത്. കാശ്മീരിൽ നിന്നുള്ള 2 തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. 2017 പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നു എന്നാണ് വിലയിരുത്തൽ. ഭീകരർക്ക് ബൈക്കുകൾ കിട്ടിയത് എവിടെ നിന്നാണ് എന്ന് അന്വേഷിക്കുന്നുണ്ട്. NIA സംഘം പഹൽഗാമിലേക്ക് ഉടനെ തന്നെ എത്തുകയും ഒരു പ്രാദേശിക ഭീകരനെ അന്ന് തന്നെ തിരിച്ചറിയുകയും ചെയ്തു. എന്നാലും കുറച്ച് ജിഹാദികൾ കരയും. എന്തിനാണെന്നറിയാമോ? അവൻ്റെയൊക്കെ തന്തയുടെ 2ാം കെട്ടിലുള്ള മക്കളുകളാണല്ലോ ഈ ഭീകരവാദികളൊക്കെ ഇവനെയൊക്കെ പിടിക്കുമ്പോൾ. നമുക്കെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തൊരു സംഗതിയാണ്. കാരണം ഇത്രയും വലിയൊരു ത്രെട്ട്, പെഹൽഗാം അറ്റാക്കിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാനികളായിട്ടുള്ള ആളുകളെല്ലാം രാജ്യം വിടണം എന്ന് ഉത്തരവ് വന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു സംഗതിയാണ്. നമുക്കെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തൊരു സംഗതിയാണ്. കാരണം ഇത്രയും വലിയൊരു ത്രെട്ട് ഇവിടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശത്രു രാജ്യത്തിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അവരെ പുറത്തേക്ക് പറഞ്ഞയക്കുക തന്നെ വേണം. 48 മണിക്കൂറിനുള്ളിൽ തിരികെ പോകണം എന്നൊരു ഉത്തരവ് വന്നിട്ട് മെഡിക്കൽ വിസയുള്ള ആൾക്കാർക്ക് ഇവിടെ നിൽക്കാം, അല്ലാതെ വിസിറ്റ് വിസയിൽ വന്ന ബാക്കിയുള്ള ആൾക്കാർ പോകണം എന്നതാണ് അതിൽ വന്നൊരു കാര്യം. അതിനകത്ത് വേറൊരു ക്ലോസും കൂടെ ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഈ ഒരു ഉത്തരവ് വന്നതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഭയങ്കര പ്രായമുള്ള ഒരു അപ്പച്ചൻ കോഴിക്കോടുള്ള അദ്ദേഹം പാകിസ്ഥാൻ പൗരനാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് നടക്കാൻ പോലും വയ്യ. ആ അവസ്ഥയിൽ എനിക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ തന്നെ നിൽക്കണം. അപ്പൊ കണ്ണീരൊഴുക്കി കണ്ണീരും കഥയുമായിട്ടാണ് ഇത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അയ്യോ, ഇതാ പാകിസ്ഥാനിയായ ഒരു വ്യക്തി ഇവിടെ ഇത്രയും വർഷം നിന്ന് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കരയാണ് നമ്മുടെ കനിവിന് വേണ്ടി. അതുപോലെ വേറൊരു സംഗതി കണ്ടത്, 11 വയസ്സുള്ള ഒരു കുട്ടി അമ്മയിൽ നിന്നും പിരിഞ്ഞു പോവാണ്. ഈ ഉത്തരവ് വന്നതുകൊണ്ട് അതിന് പാകിസ്ഥാനിലേക്ക് പോകണം. അയ്യോ, കുട്ടിയെ അമ്മയിൽ നിന്ന് പിരിക്കുന്നു. എന്തൊരു കിരാത നടപടിയാണ് ഇന്ത്യ ചെയ്യുന്നത്. മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ അതിന്റെ താഴെ വന്ന് കുറെ ആൾക്കാർ കരയുക. ആ കരയുന്ന ആൾക്കാർ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നം നിലവിലുണ്ടെന്ന് ഇവിടെ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും അറിയാം, ശരിയല്ലേ? അത് ക്രിക്കറ്റിലായാലും യുദ്ധത്തിലായാലും അത് അങ്ങനെ തന്നെയാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളുടെയൊക്കെ പല പല വാക്കുകളിലും നമ്മളെ പെരുമാറ്റങ്ങളിലും നമ്മൾ പറയുന്ന കാര്യങ്ങളിലും കാണുന്ന കാര്യങ്ങളിലും ഒക്കെ ഇതുണ്ട്. എന്നിട്ടും ഇന്ത്യയിലെ ഒരുപാട് പേർ മതം മാത്രം നോക്കി ആ രാജ്യത്തെ ആളുകളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്യമാണെന്ന് നിങ്ങൾ കരുതുന്നു? ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ചാൽ എല്ലാവർക്കും വേണം. അല്ല, നമ്മുടെ നാട്ടിൽ പുരുഷന്മാരില്ലാത്തത് കൊണ്ടാണോ, നമ്മുടെ നാട്ടിൽ സ്ത്രീകളില്ലാത്തത് കൊണ്ടാണോ? ചോദിക്കട്ടെ, പാകിസ്ഥാൻ ഭീകരർ ചെയ്തത് എന്തായിരുന്നു? ഈ രാജ്യത്തുള്ള 29 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ആത്മാഭിമാനത്തിന് മങ്ങലേറ്റിരുന്നു? നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടാണോ? അതിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂർ അരങ്ങേറി. നിങ്ങൾക്ക് എന്തിനാ ഇത്ര ചോദിച്ചില്ലേ?